ഇവിടെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നത് ഈ ആനയാണ് കേട്ടോ. ആനയുടെ പേര് എന്തെന്നോ എഴുതിയിട്ടുണ്ട്, നോക്കട്ടെ. ആനയുടെ പേര് എഴുതിയിരിക്കുന്നത് സ്റ്റോൺ ആർട്ട് ഗാർഡൻ എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ, സ്റ്റോൺ ആർട്ട് ഗാർഡൻ. കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇപ്പം നിൽക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് പാടിപ്ലാക്കൽ റാന്നി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ആ കാണുന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. കൂട്ടുകാരെ, ഇത് എന്ന് പറയുമ്പോൾ സ്റ്റോൺ ആർട്ട് ഗാർഡൻ വാടിപ്ലാക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. നമുക്ക് അകത്തോട്ടൊന്ന് കയറാം കേട്ടോ. സ്റ്റോൺ ആർട്ട് ഗാർഡനാണ് കേട്ടോ. ഇത് നോക്കി കല്ലുകൊണ്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ചെയ്ത് വെച്ചിരിക്കും. നമുക്കിതപ്പോൾ അകത്തോട്ട് കയറണം. ഇത് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സെറ്റപ്പുകൾ ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. നമ്മളിതാ ഇത് കണ്ടിട്ടാണ് ആദ്യം ഇരിക്കുന്നത്. നമ്മുടെ ക്യാപിറ്റൽ വ്ലോഗ്സ് വിഷ്ണു ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ. അപ്പോൾ അത് കണ്ടത് അന്ന് തൊട്ടേ ഞാനിത് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. ഓക്കെ, കയറിക്കോ, അത് കുഴപ്പമില്ല, കയറിക്കോ. മിനുക്കുട്ടി അതെന്തൊരു മിനുട്ടി അറിഞ്ഞോടി മിനുട്ടി, ഇതെന്തൊരു മിനുട്ടി? കല്ലുകൊണ്ട് ചെയ്ത് വെച്ചിരുന്ന കാട്ടുപോത്താണ് മിനുട്ടി അത്. പിന്നെ ഇത് നോക്കിയത് എന്തെന്ന് നോക്കിയത്, ഇത് നോക്കിയത് എന്തെന്ന്, ഇതെന്താ? ഇത് ആട്ടിൻകുട്ടി എന്താണ്? മരംകൊത്തി. ഇതെല്ലാം കല്ല് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. വളരെ നമ്മൾ വരുന്ന വഴിക്ക് കല്ല് ഇഷ്ടപ്പെട്ടിട്ട് കയറിയതാണ്. ഇത് കണ്ടോ, ചായ കുടിക്കാനൊക്കെ നമുക്ക് വീട്ടിൻ്റെ നമ്മളെ ഫ്രണ്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഡൈനിങ് ടേബിളും പിന്നെ അതുപോലുള്ള ഒരു ചെയർ ടൈപ്പ് ബെഞ്ച് പോലെ ചെയ്തിരിക്കുന്നതൊക്കെയാണ് കേട്ടോ. അത് നോക്കിയാൽ മിനുട്ടി ഇവൻ അങ്ങോട്ട് നോക്കിയാൽ അവിടെ എന്താണ് ഇരിക്കുന്നത്? എന്താണത്? അടിപൊളിയല്ലേ തത്ത. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കല്ലുകൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ വീട്ടിൻ്റെ ഫ്രണ്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള കല്ലുകൾ ഇവിടെ ഉണ്ട്. വിശ്രമം കൊള്ളാം കേട്ടാ അല്ലേ ബാവച്ചി? വിശ്രമിക്കാൻ പറ്റിയ എന്നല്ലേ? കൊള്ളാല്ലേ ഊഞ്ഞാൽ? ഇതിൻ്റെയൊക്കെ വില എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചോദിക്കണോ? ഇവിടെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നത് ഈ ആനയാണ് കേട്ടോ. ആനയുടെ പേര് എന്തെന്നോ എഴുതിയിട്ടുണ്ട്, നോക്കട്ടെ. ആനയുടെ പേര് എഴുതിയിരിക്കുന്നത് സ്റ്റോൺ ആർട്ട് ഗാർഡൻ എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ, സ്റ്റോൺ ആർട്ട് ഗാർഡൻ. നോക്കിയേ, അടിപൊളി തന്നെയാണ്. ഈ ആനയൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. എന്താ സെറ്റല്ലേ, അടിപൊളി തന്നെയാണ്. പല മീൻ കാണിച്ചു തന്നാണ് കേട്ടോ. അത് നോക്കിയേ, നുള്ളി പറക്കരുത്, അതൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. പല ടൈപ്പിലുള്ള സ്റ്റോണുകളാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നോക്കി, കല്ലുകളെന്ന് പറഞ്ഞാൽ സ്റ്റോണാണ് മക്കളെ, കല്ലിൻ്റെ ഇംഗ്ലീഷാണ് സ്റ്റോൺ. ഓക്കെ, പിന്നെ ഇതാ ഒരു നമ്മളെ ചെയർ ഒക്കെയാണ് ഈ ചെയ്ത് വെച്ചിരിക്കുന്നത്, ചെയറും കാര്യങ്ങളൊക്കെ. അതെ അതെ. പിന്നെ നമ്മളതാ ഇത് നോക്കി, ബെഞ്ചുകളൊക്കെയാണ് ഈ ചെയ്ത് വെച്ചിരിക്കുന്നത്. എല്ലാം ബെഞ്ചുകളൊക്കെയാണ് കേട്ടോ, ബെഞ്ചും കാര്യങ്ങളൊക്കെയാണ് ഈ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെ റീസെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. സെറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സാധനങ്ങളാണ് ഇതെല്ലാം. ഇതാ കല്ലിൽ ഓരോ കല്ലിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ. പിന്നെ അതുകൂടാതെ നമ്മളിതാ ഇത് മേൽക്കൂരയൊക്കെ ചെയ്യുന്നതാണ്. ഇതിൽ കൂണ് പോലെയൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ഡിസൈൻ വർക്ക് നോക്കിയാൽ അടിപൊളിയൊക്കെ. പിന്നെ ഇതാ നമ്മുടെ ഒരു കിളികളുടെയൊക്കെ രൂപങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തതാ കൂണുകൾ. പിന്നെ അങ്ങനെ ഒരുപാട് നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റപ്പുകൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. സൂപ്പറല്ലേ കാണാൻ. പിന്നെ അതിൽ കൂടാതെ നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ ആൾക്കാർക്ക് കാണാൻ പറ്റുന്നതിന് ഫ്രണ്ടിൽ തന്നെ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണ്, ബെഞ്ചുകളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കിയേ, നമ്മുടെ ഒരു ഡൈനിങ് ടേബിളും പിന്നെ ബെഞ്ചും കാര്യങ്ങളും ചെയ്തിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെ കല്ലുകൂട്ടി തന്നെ ഒരു കുതിരയും ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ ലെവലാണ് കേട്ടോ. നമ്മൾ റോഡിലോട്ട് നോക്കി ചെയ്തിരിക്കുന്ന ഒരു കുതിരയാണിത് അവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. കാണാൻ വളരെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ായിട്ട് വേണ്ടി വരികയാണെങ്കിൽ ഞാൻ ഈ നമ്പർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് നോക്കണ്ടെന്ന് നമ്മുടെ എന്താണ് സ്റ്റോൺ ആർട്ട് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഇവിടെ കിട്ടുന്ന സാധനങ്ങളും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ഇവിടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഐറ്റംസ് എല്ലാം എവിടെയാണ് കിട്ടുന്നതെന്നും അതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഇത് തറയിൽ ചെയ്യുന്ന ഇൻ്റർലോക്കിൻ്റെ ഡിസൈനും കാര്യങ്ങളും അവർ ചെയ്ത് കൊടുക്കുന്ന ഇൻ്റർലോക്കും കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്, ഡിസൈൻ ചെയ്തിട്ടുണ്ട്.
വളരെ ഭംഗിയുള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ, സൂപ്പർ തന്നെയാണ്. തേയിലും പിന്നെ കോഴി, പിന്നെ അതുകൂടാതെ തന്നെ അണ്ണാറക്കണ്ണനും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് രൂപങ്ങൾ, ഒരുപാട് ശില്പങ്ങൾ ഇവിടെ കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട്, കല്ലിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കൊക്കൊക്കെ നോക്കിയത് രാത്രിയാണെങ്കിൽ അടിപൊളിയായിരിക്കും, ലൈറ്റൊക്കെ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് സൂപ്പറായിരിക്കും കേട്ടോ. എല്ലാം നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഒരു ഓഫീസുണ്ടല്ലോ, അപ്പോൾ അതാ മുൻവശത്തായിട്ട് തന്നെ കാണുന്നത് വാളിപ്ലാക്കൽ സ്റ്റോൺ ആർട്ട് ഗാർഡൻ്റെ ഓഫീസുണ്ട്. അപ്പോൾ അത് കയറുന്ന വഴിയിൽ 2 സിംഹക്കുട്ടികളെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതിനകത്ത് ലോക്ക് ചെയ്യുന്നതിനുള്ള, തറ ചെയ്യുന്നതിനുള്ളതും പിന്നെ നമ്മുടെ ചുവരിൽ ചെയ്യുന്ന ഡിസൈൻ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിൻ്റെയൊക്കെ ഡിസൈൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് കൂട്ടുകാരെ. അപ്പോൾ നമ്മൾ ഇത് റേറ്റ് ചോദിച്ചപ്പോഴേ പറഞ്ഞത് ഈ കാട്ടുപോത്തിന് 1,10 ആവും എന്നാണ് പറഞ്ഞത് കേട്ടോ. കാട്ടുപോത്തിന് 1,10. പിന്നെ ആനയ്ക്ക് 4.25 ലക്ഷം രൂപ ആനയ്ക്കാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളവിടെ കണ്ട കുതിരയ്ക്ക് 1,10, 1,15 തന്നെയാണ് പറഞ്ഞത്. അത് കൂടാതെ തന്നെ ഈ ചെയ്തു വെച്ചിരിക്കുന്ന രൂപങ്ങൾക്ക് എല്ലാം ഒരു 35,000 അകത്ത് മാത്രമാണ് റേറ്റ് ഉള്ളത് കേട്ടോ, ഇവിടെ മൊത്തം ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വീഡിയോ കണ്ട് ഇഷ്ടമായിരുന്നു നമ്പരൊക്കെ ആയിരിക്കും. നമുക്ക് വീഡിയോയ്ക്കുമ്പോൾ ഇവിടെ വന്ന് അലങ്കരിക്കാൻ വാങ്ങിക്കാൻ അല്ലേ മീനുട്ടി? അടുത്ത ലോൺ 4 ലക്ഷം രൂപ ലോണോട് എടുത്തൊരു ആനയും കൂടെ കൊണ്ടുപോകും. അപ്പോൾ വീഡിയോ വെച്ച് ഇവിടെ ക്ലോസ് ചെയ്യാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.